ഹലോ എവ്രി വൺ, വെൽക്കം ടു ശാസ്ത്ര. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC ഏറ്റവും പുതുതായിട്ട് വിളിച്ചിരിക്കുന്ന എക്സാമായ ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തിക കാറ്റഗറി നമ്പർ 555/2021 ഈ ഒരു എക്സാമിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2016 468/2016 ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ്. പണ്ട് നടത്തിയൊരു PSC എക്സാമാണ്. ആ ഒരു എക്സാം പേപ്പറിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോട്ടലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 80 ക്വസ്റ്റ്യൻസ് ആണ്. 80 ക്വസ്റ്റ്യൻസേ നമുക്കുള്ളൂ. കാരണം 20 ക്വസ്റ്റ്യൻ പഴയ റെഗുലേഷൻ പ്രകാരം 20 മാർക്കിൻ്റെ ജനറൽ നോളേജ് ആയിരുന്നു, ജനറൽ അവയർനെസ് ആയിരുന്നു 20 മാർക്ക്. അത് സിലബസിന് എന്തായാലും ഒരു ഒഴിവാക്കും. അപ്പോൾ അതിന് പകരം നമ്മുടെ കോർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ട്രോണിക്സ് പാർട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പാർട്ടും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഫണ്ടമെൻ്റൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് നോക്കുകയാണെങ്കിൽ പാസീവ് കോമ്പണൻസ്, ആക്റ്റീവ് കോമ്പണൻസ്, അതുപോലെ ബേസിക് സർക്യൂട്ട്സ്, ഒപ്പാമ്പ്, അതുപോലെ തന്നെ നമ്മളെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മൈക്രോ പ്രൊസസ്സർ, വേവ് പ്രൊപ്പഗേഷൻ, ഇതുപോലത്തെ ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കലിനും അതുപോലെ തന്നെയാണ്. കൂടുതൽ ഡീപ്പായിട്ടൊന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് 80 ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ 555/2021 ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, കാറ്റഗറി നമ്പർ വരുന്നത് 555/2021 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നത് 17 ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 1ഉം 2ഉം വേക്കൻസീസ് PSC പറയുന്ന എക്സാമിന് വരെ ഒരു 30-40 നിയമനങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ 17 വേക്കൻസി കറണ്ട്ലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസീസ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. വേക്കൻസീസ് ഇനിയും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്കെയിൽ ഓഫ് പേ ഇവിടെ പറയുന്നുണ്ട് 37,400 തൊട്ട് 79,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിങ്ങളതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നോക്ക്, SSLC ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ, NTC in the appropriate trade with 3 year experience in trade after obtaining the certificate. ഇതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഓർ നാഷണൽ apprenticeship certificate in the appropriate trade with 1 year experience after obtaining the certificate. ഇതാണ് സെക്കൻഡ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. തേർഡ് പറയുന്നത് ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിൾ ഡിപ്ലോമ, EC ഡിപ്ലോമ, EL ഡിപ്ലോമ ഈ സ്റ്റുഡൻസിനൊക്കെ പവർ ഇലക്ട്രോണിക്സ് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം എഴുതാൻ പറ്റും. ഇത് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കാറ്റഗറി നമ്പർ 468/2016, ഇത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമായിട്ട് നടത്തിയതായിരുന്നു SC ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള. അപ്പോൾ 468/2016 ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നുള്ള PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ അടുത്തൊരു ഫർദർ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. എന്നാലും നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ കുറേ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്യാം. 80 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, 20 ജനറൽ നോളജ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Silicon has an atomic number of 14. This means the atom has 14. Option A neutron, electron, proton and neutron combined. Option D valence electron. ഇതിൽ എന്തായിരിക്കും വരിക? ഒരു സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? 14 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും എന്നാണ്. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്, പക്ഷേ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കമ്പൈൻഡ് എന്നാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി, ഇലക്ട്രോൺസ്. കറക്റ്റ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഈസ് ലെഡ്, ടിന്ന്, ബ്രാസ്, കോപ്പർ. നമുക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ്.
മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? കോപ്പർ ആയിരിക്കും. കോപ്പർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഓർ കറണ്ട് ഫ്ലോ ഈസ് നോൺ ആസ്. ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഓർ കറണ്ട് ഫ്ലോ ഈസ് നോൺ ആസ്. എന്താണ്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോസിൻ്റെ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, കറണ്ട്, വോൾട്ടേജ്, നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം ഓംസ് ലോ പ്രകാരം അല്ലേ, കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന എലമെൻറ്റ് ബേസിക്കലി എന്താണ്? ഇലക്ട്രിക് റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻ എ മീറ്റർ one main scale division is 5 volt and it is divided into 10 small scale divisions. The meter can measure a minimum voltage of, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ in a meter of one main scale division is 5 volt and it is divided into 10 small scale divisions. The meter can measure minimum voltage of. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 5 വോൾട്ട്, 0.5 വോൾട്ട്, 0.1 വോൾട്ട്, 1 വോൾട്ട്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 10 ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ തന്നിട്ട് 5 വോൾട്ടാണ് അല്ലേ, 5 വോൾട്ട്. ഈ 5 വോൾട്ടിനെ നമ്മൾ 10 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാവും വരിക? ഇതിപ്പോൾ 5 ഡിവിഷൻസ് ആണെങ്കിൽ 1 2 3 4 5 അല്ലേ. 10 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നേരെ അതിൻ്റെ ഹാഫ് വരും. അപ്പോൾ എന്താ വരിക? 5/10. സോറി, 5/10 അല്ലല്ലോ. അതായത് 5 വോൾട്ടാണ് മൊത്തം വരുന്നത്. അതിനെ 10 ഡിവിഷൻസ് ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനും എത്രയായിരിക്കും? 0.5 വോൾട്ട് ആവില്ലേ? 0.5. കാരണം അതിന് 5 ഡിവിഷൻ ആക്കിയാൽ ഓരോന്നും 1 വോൾട്ട് ആവും, 10 ഡിവിഷൻ ആക്കിയാൽ ഓരോന്നും 0.5 വോൾട്ട് ആവും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? യെസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആസ് field intensity in the core is increased, the flux density B. Option A increases, decreases, becomes 0, does not change. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. നമുക്ക് ജനറൽ ഫോർമുല അറിയാം. B = μH ആണ് നമ്മുടെ ഫോർമുല. B = μH. അപ്പോൾ എന്താവും ബൈ ഡീഫോൾട്ടായിട്ട് സംഭവിക്കുക? B എന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയ എച്ചും ഇൻക്രീസ് ചെയ്യും അല്ലേ. കാരണം ഈ ഫോർമുലയിൽ നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഇൻക്രീസസ് എന്നാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആർ നോൺ ആസ് ഡാഷ് മെറ്റീരിയൽ. അപ്പോൾ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ആയിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ പറയുന്ന പേരെന്താണ്? പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, പ്യുവർ മാഗ്നറ്റിക്. ഇത് ബേസിക്കലി ഫെറോമാഗ്നറ്റിക് ആണ്. നമ്മൾ പ്യുവർലി സ്ട്രോങ്ലി മാഗ്നറ്റൈസർ ആയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആൻസർ വരുന്ന ഏതാണ്? ഫെറോമാഗ്നറ്റിക്. ഓപ്ഷൻ സി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആർമേച്ചർ കോർ. ഒരു ആർമേച്ചർ കോർ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അത് വെച്ചിരിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ, അലുമിനിയം, കോപ്പർ, മൈൽഡ് സ്റ്റീൽ. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മളിത് തിയറി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ ആർമേച്ചർ കോർ ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലാണ്. ഓപ്ഷൻ എ. ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് യൂണിവേഴ്സൽ മോട്ടോർ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ടു ദി അപ്ലൈഡ് ലോഡ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ലോഡ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ലോഡ്, ബിക്കം 0 വെൻ ലോഡ് ഈസ് അപ്ലൈഡ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? ഒരു യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരിക്കും? ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കോൺസ്റ്റൻ്റ് ആവും എന്ന് പറയുന്ന പോയിന്റ് എന്തായാലും തെറ്റാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ലോഡ്, ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുക എന്ന് പറയുന്ന കോൺസെപ്റ്റും തെറ്റാണ് അല്ലേ. ബിക്കം 0 വെൻ ഫുൾ ലോഡ് ഈസ് അപ്ലൈഡ്, ഈ കോൺസെപ്റ്റും തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന ആൻസർ എന്താണ്? ഒരു യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ലോഡ് കൂടുന്നതിനനുസരിച്ച് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കുമല്ലോ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി. ഓക്കെ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഫാരഡ്, വെബർ, ഹെൻറി, ഹെർട്സ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹെൻറി ആണ്. ഹെൻറി. ഓക്കെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് ദി കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, ഇൻഡ്യൂസ്ഡ് EMF in it,
ഫ്രീക്വൻസി ഓഫ് AC ഫ്ലോയിങ് ത്രൂ ഇറ്റ്, ഓൾ പാരാമീറ്റേഴ്സ് മെൻഷൻഡ് ഇൻ ABC. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എന്ന് എഴുതും. കാരണം എന്താ, നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന് പറയുന്നത് 2π × FL ആണ്. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നുള്ളത് ബേസിക്കലി അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓപ്ഷൻ സി മാർക്ക് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMFും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒക്കെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി L പഠിച്ചിട്ടുണ്ട് di/dt. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓൾ പാരാമീറ്റേഴ്സ് മെൻഷൻഡ് ഇൻ ABC. എല്ലാ റൈറ്റ് ആൻസേഴ്സ് അല്ലേ? യെസ്. അപ്പോൾ 10 എന്ന് പറയുന്നത് D ആണ് ആൻസർ വരിക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ചെയ്യാനുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കപ്പാസിറ്റേഴ്സ്, 2 കപ്പാസിറ്റേഴ്സ് C1 = 1 nF, C2 = 10 nF ആർ കണക്റ്റഡ് ഇൻ സീരീസ് and applied to a battery voltage of V = 11 volt. What are the voltages across the capacitor എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം Q = CV ആണ്, ജനറലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ C നമുക്ക് കണ്ടുപിടിക്കാം. C എന്ന് പറഞ്ഞാൽ എന്താ, Q/V ആണ്. അങ്ങനെയല്ല, C = Q/V ആണ്. അപ്പോൾ എന്താ വരിക നോർമലി? ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് ആദ്യത്തിൻ്റെ ഫോമുല എഴുതാം. ആദ്യത്തെ ഫോമുല എന്താ, നമുക്കറിയാം Q = CV ആണ് അല്ലേ. C നമുക്കറിയാം എന്താണ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. കപ്പാസിറ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. കപ്പാസിറ്റൻസ് ബേസിക്കലി എന്താ വരിക, 2 കപ്പാസിറ്റേഴ്സ് സീരീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ C1 C2/C1 + C2, ഇതാണ് ടോട്ടൽ കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് കിട്ടും 1 × 10/1 + 10, അതായത് 10/11 ആണ് എൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിയുടെ വാല്യൂ 10/11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, V എന്താ 11 വോൾട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ 10/11 × 11, ഈ 11ഉം 11ഉം ക്യാൻസൽ ആയി പോകും. നമുക്ക് Qൻ്റെ വാല്യൂ കിട്ടി എത്രയാണ്, Q will be equivalent to 10. Qൻ്റെ വാല്യൂ എനിക്ക് കിട്ടി 10 ആണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജസ് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യം എനിക്ക് V1 കണ്ടുപിടിക്കണം. ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC1 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? Q/C1. രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. അത് Q/C2 ആയിരിക്കും. അപ്പോൾ Q/C1 എന്താ 10/1 10 എന്ന് കിട്ടും. Q/C2 10/10 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 10 ആണ്, സെക്കൻഡ് വാല്യൂ 1 ആണ്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ B വിൽ ബി ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ B. ക്ലിയർ ആണോ? അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ 12th ക്വസ്റ്റ്യൻ കണ്ടോ. ദ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പ്ലേസിംഗ് 2 കറണ്ട് ക്യാരിയിങ് കോയിൽസ് സൈഡ് ബൈ സൈഡ്, ക്ലോസ് ടു ഈച്ച് അതർ, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഫാർ അവേ ഫ്രം ഈച്ച് അതർ, ബോത്ത് 1 and 2 എബോവ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കോയിലിൽ ജനറേറ്റ് ചെയ്ത EMF ആണ് അടുത്ത കോയിലിനെ ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ 2 കോയിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു EMF, ഒരു ഇൻഡക്റ്റൻസ് പറയുകയാണെങ്കിൽ അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നുള്ള പ്രോസസ്സ് ഒക്കർ ചെയ്യണമെങ്കിൽ വിച്ച് ആർ സൈഡ് ബൈ സൈഡ് ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കണം. 2 കോയിൽസും വളരെ നിയറസ്റ്റ് പൊസിഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. 13ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്. റെസിസ്റ്റൻസിനെ നമ്മൾ ബേസിക്കലി മെഷർ ചെയ്യുന്നത് ഓപ്ഷൻ A ഓം, മില്ലി ഓം, കിലോ ഓം, മെഗാ ഓം. ഇതൊക്കെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓപ്ഷൻ A. 14ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ഫോർ മെഷറിംഗ് അൺനോൺ റെസിസ്റ്റൻസ് ഇനീഷ്യലി ചൂസ് ഹയസ്റ്റ് ഓംസ് റേഞ്ച്, ലോവസ്റ്റ് ഓംസ് റേഞ്ച്, എനി ഓംസ് റേഞ്ച്, R × 10 ഓംസ് റേഞ്ച്. അത് നോർമൽ റെസിസ്റ്റൻസിനേക്കാളും 10 മടങ്ങ് എന്നാണ് ഓപ്ഷൻ D ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒരു ഹയസ്റ്റ് ഓം റേഞ്ച് ആണ്, ഹയസ്റ്റ് ഓം റേഞ്ച്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ A വിൽ ബി ദി റൈറ്റ് ആൻസർ. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. വെൻ 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് RT ഈസ് ഈക്വൽ ടു R1 + R2 + R3 ആണ്. പാരലൽ ആണെങ്കിൽ എന്താ വരിക? 1/RT ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 ആണ്.
അപ്പോൾ സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 ഇക്വലൻ്റ് ആയിരിക്കും അല്ലേ. 16ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ദ മാഗ്നറ്റിക് ലൈൻസ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ ഓഫ് ദി മാഗ്നറ്റ്, എനി വൺ എൻഡ് ഓഫ് ദി മാഗ്നറ്റ്, എലോങ് ദി മാഗ്നറ്റ് യൂണിഫോംലി, ബോത്ത് എൻഡ്സ് ഓഫ് ദി മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോത്ത് ദി എൻഡ്സ് ഓഫ് മാഗ്നറ്റ് ആണ്, ഓപ്ഷൻ ഡി. അത് നമ്മൾ തിയറി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ. Generation and distribution of AC power in India is normally single phase, 3 phase, 2 phase, either 2 or 3 phase. ഏതാണ് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് AC പവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബേസിക്കലി എന്തായിരിക്കും? 3 phase ആയിരിക്കും. 3 phase. ഓക്കെ, ഒക്കെ ജനറലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിവേഴ്സൽ മോട്ടർ ഈസ് സിമിലർ ടു. അപ്പോൾ നമുക്ക് ബേസിക്കലി അറിയാം ഒരു യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി DC-യും AC-യും ഒരേപോലെ ബേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് യൂണിവേഴ്സൽ മോട്ടർ. അത് DC ഷണ്ട് മോട്ടറാണോ, DC സീരീസ് മോട്ടറാണോ, DC ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറാണോ, DC ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടറാണോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ബേസിക്കലി യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടോറിൻ്റെ സിമിലർ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 18. ഓക്കെ. അപ്പോൾ 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് എ കോയിൽ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻസേർട്ടിങ് ബ്രാസ് കോർ, അയൺ കോർ, റബ്ബർ കോർ, പ്ലാസ്റ്റിക് കോർ. അപ്പോൾ ഒരു കോയിലിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ബേസിക്കലി ഇൻസേർട്ട് ചെയ്യുന്നത് അയൺ കോറാണ്. എല്ലാവരും അറിഞ്ഞിരിക്കാം, ഓപ്ഷൻ ബി. ഓക്കെ. ഇനി നിങ്ങൾ നോക്ക്, 20ാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. The frequency of induced EMF in an AC generator is given by 120/Pn, 120P/N, Pn/120, 120N/P. ഇങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഓൾറെഡി അറിയാം സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല N എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 120 × F/P. ഇതാണ് Nൻ്റെ ബേസിക് ഫോർമുല. ഇതിൽ നിന്ന് നമുക്ക് ഈ ബേസിക് ഫോർമുലയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി ആണല്ലോ. അപ്പോൾ ഫ്രീക്വൻസി ആക്ച്വലി ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീക്വൻസി കാണണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിവിടെ കിട്ടും, ഫ്രീക്വൻസി കാണുമ്പോൾ P × N / 120 എന്ന് കിട്ടും അല്ലേ. കാരണം എന്താ, F ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. F കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ P എന്നുള്ളത് നേരെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും, 120 എന്നുള്ളത് നേരെ ഡിവൈഡ് ആവും. അപ്പോൾ നമുക്കിവിടെ കിട്ടി Pn/120. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക, ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 21ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. ദ ചാർജ്ഡ് കപ്പാസിറ്റർ ആക്ട് ലൈക്ക് എ ടെമ്പററി വോൾട്ടേജ് സോഴ്സ്, മാഗ്നറ്റിക് എനർജി സോഴ്സ്, കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ്, സ്വിച്ച്. എങ്ങനെയായിരിക്കും ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ആക്ട് ചെയ്യുക? മാഗ്നറ്റിക് എനർജി സോഴ്സ് എന്തായാലും ആവില്ല, കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ആവില്ല, ടെമ്പററി വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. 21. ഓക്കെ അല്ലേ. 22. The relationship between frequency of its AC signal and time period is F = T², F = 2T, F = 1/T, F = 1/2T. നമുക്ക് ജനറലായിട്ട് അറിയുന്ന കാര്യമാണ്. ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കലാണ് ടൈം പീരിയഡ്. അപ്പോൾ ഏതായിരിക്കും ഇതിന് ആൻസർ വരിക? F = 1/T, ഓപ്ഷൻ സി. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. എ മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മാഗ്നറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, സ്വിച്ച്. അപ്പോൾ ബേസിക്കലി ഒരു മോട്ടോർ കൺവേർട്ട് ചെയ്യുന്ന ഏത് ഫോമിലേക്കാണ്? ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് മോട്ടോർ. അപ്പോൾ ബി ആയിരിക്കുമല്ലോ റൈറ്റ് ആൻസർ വരിക. യെസ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ 2 ഇൻഡക്ടേഴ്സ് ആർ ഇൻ പാരലൽ ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് വിൽ ബി LT ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം 2 ഇൻഡക്ടേഴ്സ് പാരലലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 2 ഇൻഡക്ടേഴ്സ് പാരലാണെങ്കിൽ ബൈ ഡീഫോൾട്ട് എന്തായിരിക്കും ഇതിൻ്റെ ഇൻഡക്റ്റൻസ് വരിക? നമ്മൾ റെസിസ്റ്ററൊക്കെ കാണുന്ന പോലെ തന്നെ അല്ലേ, പാരലൽ ആയതുകൊണ്ട് തന്നെ 1/L = 1/L1 + 1/L2 അല്ലേ. നമ്മൾ LT ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 1/L1 + 1/L2 ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആൻസർ കിട്ടും. L1 × L2/L1 + L2. ഇതായിരിക്കും 2 ഇൻഡക്ടേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നെറ്റ് വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. 25 കണ്ടോ. എ ട്രാൻസ്ഫോമർ ഈസ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ചാർജ് ദി ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് AC വോൾട്ടേജ്,
ട്രാൻസ്ഫർ ദി ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിത്തൗട്ട് എനി ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. കൺവേർട്ട് അപ്ലൈഡ് ഡി സി ടു എ സി, കൺവേർട്ട് അപ്ലൈഡ് എ സി ടു ഡി സി. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ ആൻസർ എന്താണ്? ട്രാൻസ്ഫർ ദി ഇലക്ട്രിക്കൽ എനർജി ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ വിത്തൗട്ട് എനി ഡയറക്റ്റ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആയിരിക്കില്ലേ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക? യെസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. 26 എല്ലാവരും നോക്കുക. 3 phase ട്രാൻസ്ഫോമർ ഹാസ് 1 primary 3 secondary, 3 primary 1 secondary, 3 primary 3 secondary, 3 primary 6 secondary. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഒരു 3 phase ട്രാൻസ്ഫോമർ ആണെങ്കിൽ 3 പ്രൈമറിയും 3 സെക്കൻഡറി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രാൻസ്ഫോമർ ഹാസ് 800 turns in primary winding and 200 turns in secondary winding. What is the primary voltage if the secondary voltage is 40 volt? Assume transformer losses are negligible. ഇതിൽ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 8 വോൾട്ട്, 16 വോൾട്ട്, 40 വോൾട്ട്, 160 വോൾട്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ ബേസിക്കലി നമ്മളിത് എങ്ങനെ ചെയ്യും? നമുക്ക് ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ അറിയാം. അതായത് N2/N1 is equal to V2/V1 ആണ്. N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, V2 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, V1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. N2 200 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ എന്തായിരുന്നു? N2/N1 ഈക്വൽ ടു V2/V1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി V1 എന്താണ് വരിക? V2 എന്താണ് ആക്ച്വലി വരിക? V2 എന്ന് പറഞ്ഞാൽ N2/N1 ഇൻറ്റു N2/N1 ഇൻറ്റു V1 അല്ല വരിക. V1 ആക്ച്വലി എന്തായിരിക്കും? V1 ഡയറക്റ്റ് എഴുതാം. V1 എന്ന് പറഞ്ഞാൽ V2/N2/N1 ആണ് വരിക V1 അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടും V2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 40. അപ്പം 40/200/800 വരിക. അപ്പോൾ നമുക്കിവിടെ കിട്ടും 40/1/4. അപ്പോൾ നമുക്ക് ഈ 4 മേലേക്ക് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ നമുക്ക് കിട്ടും 40 × 4 എന്ന് കിട്ടും. 40 × 4 എന്ന് പറഞ്ഞാൽ 160 ആണ് ഇതിന് ആൻസർ വരിക. ഡയറക്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ 27ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 160 വോൾട്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദി റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ, ഇൻപുട്ട് പവർ ടു ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് കറണ്ട് ടു ഔട്ട്പുട്ട് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് ടു ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, ജനറലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 29 നോക്കുക. ദ ബേസിക് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഓം, ഫാരഡ്, ഹെൻറി, മോ. ഏതാണ് കപ്പാസിറ്റൻസിൻ്റെ ബേസിക് യൂണിറ്റ്? ഫാരഡ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചാർജ്, വോൾട്ടേജ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് C = Q/V, C = QV, C = Q²V, C = V/Q. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിലേഷൻഷിപ്പ്. ചാർജും ഇതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q = CV എന്ന് പഠിച്ചിട്ടുണ്ട്. Q = CV അല്ലേ? അല്ലെങ്കിൽ നമുക്കിത് C കണ്ടുപിടിക്കാം. എന്താ C വരിക? C = Q/V. അപ്പോൾ ഏതാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, C = Q/V. ക്ലിയർ ആണല്ലോ? 31ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. ഡിജിറ്റൽ കപ്പാസിറ്റൻസ് മീറ്റർ, AC ബ്രിഡ്ജ്, RLC മീറ്റർ, കെൽവിൻ ബ്രിഡ്ജ്. ഇതിലേതാവും ആൻസർ വരിക? ഏത് ഡിവൈസാണ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാത്തതെന്നാണ് വെച്ചത്. ഡിജിറ്റൽ കപ്പാസിറ്റൻസ് മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, AC ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്, RLC മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കെൽവിൻ ബ്രിഡ്ജ്. 1 ഓമിനേക്കാളും താഴെ വരുന്ന റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കെൽവിൻ ബ്രിഡ്ജ്. അപ്പോൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് കെൽവിൻ ബ്രിഡ്ജ് ഉപയോഗിച്ച് സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 32. ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഗിവൺ ബൈ. നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്കറിയാം 2πfL ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താണ്? 1/2πfC. അപ്പോൾ ഏതാവും ഇതിൻ്റെ ആൻസർ വരിക? 1/2πfC എന്നുള്ള ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരിക. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ V × XC, V²/XC, V/XC, V² × C. എന്താണ് ആക്ച്വലി ഓംസ് ലോ പ്രകാരം കറണ്ട്? ഓംസ് ലോ പ്രകാരം കറണ്ട് കാണുകയാണെങ്കിൽ I = V/R ആണ്. അപ്പോൾ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെസിസ്റ്റൻസ് അല്ലേ, ഒരു ഇമ്പിഡൻസ് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ എന്താണ്? ആറിൻ്റെ പകരം XC എന്ന് കൊടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി.
അപ്പോൾ കറണ്ട് ഈസ് ഈക്വൽ ടു V/XC, അതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. 33C. 34 നോക്കുക. എ സെമി കണ്ടക്ടർ ഈസ് ഇൻ പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, ക്രിസ്റ്റൽ, ഡോപ്ഡ്. ഇംപ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ എക്സ്ട്രിൻസിക് ആണ്, പ്യുവർ ആയിരിക്കുന്ന സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കൂടെ നമ്മളൊരു ഇമ്പ്യൂരിറ്റി ആറ്റം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രിൻസിക് ആയിട്ട് മാറും. ഡോപ്പിംഗ് മെക്കാനിസം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഓപ്ഷൻ എ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു എ പ്യുവർ സെമി കണ്ടക്ടർ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. ഒരു സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ തന്നെ വായിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ PN ജംഗ്ഷൻ ഈസ് റെഫേർഡ് ആസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാരിയർ പൊട്ടൻഷ്യൽ, റിവേഴ്സ് പൊട്ടൻഷ്യൽ, PN പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡ് എടുക്കുകയാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം ഒരു ഡയോഡിൻ്റെ കേസിൽ അല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. 37ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ എ ജെർമേനിയം ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ ഫോർവേഡ് ബയാസ്ഡ് മോഡ് ദ വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ് വിൽ ബി. അപ്പോൾ നമ്മളൊരു ഡയോഡ് എടുക്കുകയാണ്, ഒരു ജെർമേനിയം ഡയോഡാണ്, അത് നമ്മൾ ഫോർവേഡ് ബയാസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു ജെർമേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിലിക്കനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 0.7 ആണ്, ജെർമേനിയാണ് നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ 0.3 വോൾട്ട് ആണ്. അപ്പോൾ ഏതാവും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി, 0.3 വോൾട്ട്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വെൻ എ ഡയോഡ് ഈസ് ടെസ്റ്റഡ് യൂസിങ് ആൻ ഓംമീറ്റർ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലോ റെസിസ്റ്റൻസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ദ കണ്ടീഷൻ ഓഫ് ദി ഡയോഡ് വിൽ ബി. അപ്പോൾ നമ്മളൊരു ഡയോഡിനെ ടെസ്റ്റ് ചെയ്യാണ് ഓംമീറ്റർ യൂസ് ചെയ്തിട്ട്. ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വളരെ ചെറിയൊരു റെസിസ്റ്റൻസ് കിട്ടി. രണ്ട് ഡയറക്ഷനിലും രണ്ട് രീതിയിൽ കണക്ട് ചെയ്തപ്പോഴും ചെറിയ റെസിസ്റ്റൻസ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? കണ്ടീഷൻ ഓഫ് ഡയോഡ് ഓപ്പൺ ആണോ, ഷോർട്ട് ആണോ, ലീക്കി ആണോ, ഗുഡ് ആണോ? ഷുവറായിട്ടും ഡയോഡ് എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും, ഷോർട്ട്. ഓപ്ഷൻ ബി. ഓക്കെ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് റീച്ചസ് എ സർട്ടൺ വോൾട്ടേജ് ഈസ് കോൾഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതേ പോയിന്റ്, ഇത് വേറെ രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ദിസ് ഈസ് കോൾഡ് ബാരിയർ വോൾട്ടേജ് ഓർ ബാരിയർ പൊട്ടൻഷ്യൽ. ഇത് എത്രയാണ് നമ്മളിതിൻ്റെ വാല്യൂ എന്നൊക്കെ പറഞ്ഞു സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും കേസിൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാല്യൂ ഓഫ് വോൾട്ടേജ് ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഫ്രം ദി വേവ് ഫോം ഷോൺ ഓൺ CRO വെൻ കണക്റ്റഡ് അക്രോസ് ദി സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ CRO ആണ് മെഷർ ചെയ്യുന്നെങ്കിൽ എന്ത് വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുക? പീക്ക് വാല്യൂ, RMS വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ, ആവറേജ് വാല്യൂ. എന്താവും ആൻസർ വരിക? ആൻസർ വിൽ ബി പീക്ക് ടു പീക്ക് വാല്യൂ, ഓപ്ഷൻ സി. 41. ദ മെയിൻ കമ്പണൻറ്റ് യൂസ്ഡ് ഇൻ എ റിപ്പിൾ ഫിൽറ്റർ സർക്യൂട്ട് ഈസ്. ഒരു റിപ്പിൾ ഫിൽറ്റർ ആണെങ്കിൽ ഒരു ഫിൽറ്റർ നമുക്കറിയാം, പവർ സപ്ലൈയിൽ നമ്മൾ റെക്ടിഫയർ റേഞ്ചിലാണ് ഫിൽറ്റർ ആഡ് ചെയ്യുക. ഫിൽറ്ററിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കോമ്പണൻറ്റ് കപ്പാസിറ്റർ ആണോ, റെസിസ്റ്റർ ആണോ, ഡയോഡ് ആണോ, ട്രാൻസിസ്റ്റർ ആണോ? ഏതാണ്? കപ്പാസിറ്റർ ആണ്, ഓപ്ഷൻ എ. 42. ദ മാക്സിമം ഫോർവേഡ് കറണ്ട് ഇൻ LED ഈസ് അബൌട്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിൻ്റെ മാക്സിമം ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മില്ലി ആംപിയർ, ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാവരും പഠിച്ചു വയ്ക്കുക. 43. വിച്ച് കളർ LED ഹാസ് ലോവസ്റ്റ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്? ഏറ്റവും ലോവസ്റ്റ് ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത് ഏത് LED-ക്കാണെന്ന്, ഏത് കളറിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ലോവസ്റ്റ് വരുന്നത് റെഡിനാണ്, റെഡ്, ഓപ്ഷൻ എ. 44 നമുക്ക് നോക്കാം. 44, 45 ജനറലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട തിയറിയാണ്. ഞാൻ അതിൻ്റെ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. ദ ടൈം ടേക്കൺ ഫോർ എച്ചിങ് എ PCB ഇൻ ദി റേഞ്ച് ഓഫ്. അപ്പോൾ ഇതിൽ ആൻസർ PSCയിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കീ 5 to 20 minutes ആണ് കേട്ടോ. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് PCBൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പറഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ദ PCB സൈഡ് ഓൺ വിച്ച് കോമ്പണൻസ് ആർ മൗണ്ടഡ് ഈസ് റെഫേർഡ് ആസ്. ദ PCB സൈഡ് ഓൺ വിച്ച് കോമ്പണൻസ് ആർ മൗണ്ടഡ് ഈസ് റെഫേർഡ് ആസ്. കോപ്പർ സൈഡ്, കോമ്പണൻറ്റ് സൈഡ്, സോൾഡർ സൈഡ്, ട്രാക്ക് സൈഡ്. സോ ഇതിൻ്റെ ആൻസർ വരുന്ന കോമ്പണൻറ്റ് സൈഡാണ്, ഓപ്ഷൻ ബി. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കെമിക്കൽ യൂസ്ഡ് ഫോർ റിമൂവിങ് കോപ്പർ ഫ്രം കോപ്പർ ക്ലാഡ് ബോഡീസ് കോൾഡ് തിന്നർ, റിമൂവർ, എറേസർ, എച്ചൻറ്റ്. അപ്പോൾ എച്ചൻറ്റ് എന്നുള്ളൊരു കെമിക്കലാണ് നമ്മൾ ബേസിക്കലി എന്തിന് യൂസ് ചെയ്യുന്നത്? കോപ്പർ റിമൂവ് ചെയ്യാൻ നമ്മൾ കോപ്പർ ക്ലാഡ് ബോർഡിൽ യൂസ് ചെയ്യാറ് എച്ചൻറ്റ് ആണ്. അപ്പോൾ ഏതാവും ആൻസർ വരിക? ഓപ്ഷൻ ഡി. 47. ഇൻ ആംപ്ലിഫയേഴ്സ് ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ. ആംപ്ലിഫയേഴ്സിലാണ് ചോദിച്ചത് കേട്ടോ. ട്രാൻസിസ്റ്റേഴ്സിന് ഒരുപാട് പർപ്പസ് ഉണ്ട്. സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാം,
ആംപ്ലിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. സാച്ചുറേഷൻ, കട്ട് ഓഫ്, ആക്റ്റീവ് റീജിയൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എൻലാർജിങ് എ സ്മോൾ ഇലക്ട്രോണിക് സിഗ്നൽ, സ്വിച്ചിങ് പർപ്പസസ്, റെഡ്യൂസിങ് ഇലക്ട്രോണിക് സിഗ്നൽ, ബോത്ത് പർപ്പസ് മെൻഷൻഡ് ഇൻ 1 and 2. അപ്പം ആംപ്ലിഫയർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട് സ്വിച്ചിങ് പർപ്പസ് അല്ല, എൻലാർജിങ് സ്മോൾ ഇലക്ട്രിക് സർക്യൂട്ട്, ഇലക്ട്രിക് സിഗ്നൽ ആണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ എ. 48 നോക്കുക. ട്രാൻസിസ്റ്റർ ക്യാൻ ബി തോട്ട് ആസ് 2 PN ജംഗ്ഷൻ ഡയോഡ് കണക്റ്റഡ് ആസ് PNPN, PNNP, NPNP, PNNPP. അപ്പോൾ നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ എടുക്കുക എന്ന് വെച്ചോ. സപ്പോസ് NPN, എങ്ങനെയാണ് NPN വരിക ആക്ച്വലി? അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് PNP ആണെന്ന് വെച്ചോ. PNP എങ്ങനെയായാലും NPN ആണെങ്കിൽ നമുക്ക് ബേസിക്കലി എങ്ങനെ വരിക? ഇതൊരു PN, ഇതൊരു PN, ഇത് ബേസ്, എമിറ്റർ, ഇത് കളക്ടർ അല്ലേ. അപ്പോൾ ബേസിക്കലി ഇത് ഏതാ വരിക? PN ആണോ? NP ആണോ? ഇപ്പോൾ ഈ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന NP ആണോ NNPP ആണോ? NNPP എന്തായാലും അല്ല, NP അല്ല. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ അപ്പോൾ PNP ആണോ NPN ആണോ സ്പെസിഫിക് ആയിട്ട് തന്നില്ല. പക്ഷേ PNPയുടെ കേസിൽ നോക്ക്, NP ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏതാവും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി. 49. The disadvantage of transistors over vacuum tube is very small size, minimum power loss in form of heat, low operating voltage, all the 3 mentioned above. എല്ലാം കറക്റ്റാണ്. വാക്യൂം ട്യൂബിൻ്റെ ഇത്രയും വാക്യൂം ട്യൂബ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദി റൈറ്റ് ആൻസർ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NPN transistors are preferred to PNP transistor for high switching speed, easy to use in positive supply rail, wide range of operating temperature, reasons mentioned in 1 and 2. അപ്പോൾ NPN നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം അതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് കൊണ്ടാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക. 51 നോക്കുക. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ലാർജ് പവർ ആംപ്ലിഫയർ, മീഡിയം പവർ ആംപ്ലിഫയർ, ലോ പവർ ആംപ്ലിഫയർ, ബോത്ത് മീഡിയം ആൻഡ് ലോ പവർ. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്തായാലും അത് എന്തായിരിക്കും? ലോ പവർ ആംപ്ലിഫയേഴ്സ് ആയിരിക്കും. ലോ പവർ ആംപ്ലിഫയർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, സോ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ലോ പവർ ആംപ്ലിഫയേഴ്സ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രാൻസിസ്റ്റേഴ്സ് ദ വിഡ്ത്ത് ഓഫ് കളക്ടർ ലെയർ ഈസ് മച്ച് ലെസ് ദാൻ ബേസ്, മച്ച് വൈഡർ ദാൻ ബേസ്, മച്ച് ലെസ് ദാൻ എമിറ്റർ, സെയിം ആസ് ദാറ്റ് ഓഫ് ബേസ് റീജിയൻ. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും തിന്നസ്റ്റ് വരുന്ന ബേസ് ആണ്, നമുക്കറിയാം. ഏറ്റവും ലാർജസ്റ്റ് വരുന്ന കളക്ടറാണ്. സെക്കൻഡ് ലാർജസ്റ്റ് വരുന്ന എമിറ്ററാണ്. അപ്പോൾ മച്ച് വൈഡർ ദാൻ ബേസ് റീജിയൻ എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഓപ്ഷൻ ബി. 53 നോക്കുക. ദ റെസിസ്റ്റൻസ് മെഷേർഡ് ബൈ മൾട്ടിമീറ്റർ ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് എ ഗുഡ് SCR വിൽ ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റെസിസ്റ്റൻസ് മെഷർ ചെയ്യാണ് ആനോഡും കാഥോഡിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കുന്നത് വെച്ചത്, അത് ബേസിക്കലി എന്താണ്? ഇൻഫിനിറ്റിയാണ്. അത് നമുക്ക് ഒരുപാട് രീതിയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ശരിക്കും നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഒരു ട്രിഗറിങ് സംഭവിക്കുന്നത്, നമുക്ക് നോർമലി അറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആനോഡ് ടു കാഥോഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ആയിരിക്കും ഇതിന് ആൻസർ വരിക. ഓപ്ഷൻ ഡി. 54ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്പീഡ് കൺട്രോൾ സർക്യൂട്ട് ഫോർ DC മോട്ടോഴ്സ് യൂസിങ് 2 SCR. ഓക്കെ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഈച്ച് SCR കണ്ടക്ട് അറ്റ് എനി ടൈം, 1 SCR കണ്ടക്ട് ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ and other is negative half cycle. Both SCR conduct at time, only one SCR conduct and other SCR does not conduct. അപ്പോൾ എന്താ പറയുക? സ്പീഡ് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 1 SCR കണ്ടക്ട് ഇൻ പോസിറ്റീവ് ഹാഫ് ആൻഡ് അതർ ഇൻ നെഗറ്റീവ് ഹാഫ്. ഈ ലോജിക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്പീഡ് കൺട്രോൾ സർക്യൂട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 55. The most common application of UJT is സ്മിത്ത് ട്രിഗർ, ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ, റിലാക്സേഷൻ ഓസിലേറ്റർ, ടൈമർ. അപ്പോൾ എന്താണ് ഒരു UJTൻ്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്? മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓസിലേറ്റർ ആണ്. നമ്മൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ കേട്ടിട്ടില്ലേ? അപ്പോൾ സി ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. 56 നോക്കുക. ഡയാക് ഈസ് ബേസിക്കലി PNP NPN ട്രാൻസിസ്റ്റർ, PNP bar NPN ട്രാൻസിസ്റ്റർ വിത്ത് നോ ബേസ് കണക്ഷൻ, 4 ലെയർഡ് NP ഡിവൈസ്, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നിങ്ങൾക്ക് ഡയാക്ക്, ട്രയാക്ക്,
SCR, IGBT ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അറിയണം. അപ്പോൾ ഡയാക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു NPN അല്ലെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ ആണ്. അതിന് ബേസ് ഉണ്ടാവില്ല. ഓക്കെ, ബേസ് ഉണ്ടാവില്ല. അപ്പോൾ ഏതാവും ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ബി. ഓക്കെ, 57 നോക്കാം. ദ സ്പീഡ് ഓഫ് ആൻ AC മോട്ടോർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് SCR, ട്രയാക്ക്, ഡയാക്ക് വിത്ത് SCR, ഡയാക്ക് വിത്ത് ട്രയാക്ക്. ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആൻസർ വരുന്നത് സ്പീഡ് കൺട്രോൾ ഓഫ് AC മോട്ടോർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഡയാക്ക് വിത്ത് ട്രയാക്ക് ആണ്. അപ്പോൾ നിങ്ങൾ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. 58ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ദ പവർ മോസ്ഫെറ്റ് ഈസ് കേപ്പബിൾ ടു ഹാൻഡിൽ കറണ്ട് അപ് ടു 1 ആംപിയർ, 50 ആംപിയർ, 10 ആംപിയർ, 100 ആംപിയർ. അപ്പോൾ ഒരു പവർ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അതിന് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് 100 ആംപിയർ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. 59 നോക്കാം. ആൻ IGBT ഈസ് എ ഹൈബ്രിഡ് ഫോം ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം IGBT എന്താണ്? ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്റഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കിയിട്ട് പറയാം. ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ, ട്രാൻസിസ്റ്റർ ആൻഡ് SCR, ബൈപോളാർ ട്രാൻസിസ്റ്റർ ആൻഡ് മോസ്ഫെറ്റ്, FET ആൻഡ് മോസ്ഫെറ്റ്. അപ്പോൾ ഏതിൻ്റെ ഹൈബ്രിഡ് ഫോമാണ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്തായാലും ഉണ്ട്, BJT അല്ലേ. പിന്നെ ഒരു ഇൻസുലേറ്റഡ് ഗേറ്റ് ആണ്. ഇൻസുലേറ്റഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗേറ്റ് ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഉള്ളത് ഏതാ? മോസ്ഫെറ്റ് ആണ്. അപ്പോൾ ബേസിക്കലി ഒരു IGBTയുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ C ആണ് ആൻസർ വരിക, ബൈപോളാർ ട്രാൻസിസ്റ്റർ ആൻഡ് മോസ്ഫെറ്റ്. 60 മോസ്ഫെറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻവെർട്ടർ, SMPS, UPS, ഓൾ ഓഫ് ദി അബവ്. എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി. 61 ദ ഹൈ സ്പീഡ് സ്വിച്ചിങ് ക്യാൻ ബി ഒപ്റ്റെയിൻ യൂസിങ് പവർ IGBT, PNP ട്രാൻസിസ്റ്റർ, ഡയോഡ്, വൈബ്രേറ്റർ. അപ്പോൾ ഒരു ഹൈ സ്പീഡ് സ്വിച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ പവർ IGBT ആണ്. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ. 62 പവർ മോസ്ഫെറ്റ് ആൻഡ് പവർ IGBT ആർ വൺ ആൻഡ് സെയിം ഡിവൈസ്, ക്വിറ്റ് ഡിഫറെൻറ്റ് ഡിവൈസ്, സിമിലർ സെമി കണ്ടക്ടർ ഡിവൈസ്, റീപ്ലേസബിൾ ഡിവൈസസ്. അപ്പോൾ ബേസിക്കലി ഒരു പവർ മോസ്ഫെറ്റും ഒരു പവർ IGBTയും സിമിലർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരിക, ഓപ്ഷൻ C. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ? യെസ്. 63ാമത്തെ ക്വസ്റ്റ്യൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെമി കണ്ടക്ടർ ഡിവൈസ് മേ ബി യൂസ്ഡ് ആസ് എ ലൈറ്റ് സെൻസർ? ലൈറ്റ് സെൻസേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, LDR, എനി വൺ ഓഫ് ദി അബോവ്. എല്ലാം ആക്ച്വലി ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഇതെല്ലാം എന്താണ്? ലൈറ്റ് സെൻസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് ഇതിൻ്റെ ആൻസർ വരിക, ഡി. 64 ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻ ജനറൽ ഈസ് കോപ്പർ, ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക്, അലുമിനിയം, സ്റ്റീല്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മെയിൻലി പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ആണ്. എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. 65th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് IC കണ്ടെയ്ൻ നോട്ട് ഗേറ്റ്? IC 7400, 7404, 7402, 7408. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, IC 7400 എന്ന് പറഞ്ഞാൽ നാൻഡ് ആണ്. 7402 എന്ന് പറഞ്ഞാൽ നോറാണ്, യൂണിവേഴ്സൽ ഗേറ്റ്. 7404 എന്ന് പറഞ്ഞാൽ നോട്ടാണ്. 7408 എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. 7432 എന്ന് പറഞ്ഞാൽ ഓറാണ്. 7486 എന്ന് പറഞ്ഞാൽ XOR ആണ്. ഇതൊക്കെ ഒന്ന് ജനറലി പഠിച്ചു വയ്ക്കുക. അപ്പോൾ 7404 ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന നോട്ട് ഗേറ്റിന് വേണ്ടിയുള്ള IC. ഓക്കെ അല്ലേ? 66th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ് ഗീവ് ഹൈ ഔട്ട്പുട്ട് വിത്ത് ഓൾ ഇൻപുട്ട്സ് ആർ ഹൈ? എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഏത് ഗേറ്റാണ്? എന്തായാലും നോട്ടല്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എന്താണ്? എല്ലാ ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഗേറ്റ് നമുക്ക് നോക്കാം. അതായത് 1 എന്നുള്ള കേസിൽ എനിക്ക് 1 കിട്ടണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്സ് ഗിവ് ഹൈ ഔട്ട്പുട്ട് വിത്ത് ഓൾ ദി ഇൻപുട്ട്സ് ആർ ഹൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് അല്ലേ? 1 1 വരും, ആണോ? യെസ്. വാട്ട് അബൌട്ട് നോർ? നോർ ഗേറ്റ് ആണെങ്കിൽ ഓറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 1 0 ആണ് നമുക്ക് എന്തിൽ വരിക? നോറിൽ വരിക. വാട്ട് അബൌട്ട് XOR? 1 0 ആണ് നമുക്ക് എന്തിൽ വരിക? XOR വരില്ല. പക്ഷെ വാട്ട് അബൌട്ട് ഓർ ഗേറ്റ്? ഓർ ഗേറ്റിൽ നമ്മൾ 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും.
അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗേറ്റ്? ഓർ ഗേറ്റ് ആണ് കേട്ടോ, ഓപ്ഷൻ സി. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോജിക് ഗേറ്റ് വിച്ച് ഹാസ് ഹൈ ഔട്ട്പുട്ട് വെൻ ഇൻപുട്സ് ആർ ഡിഫറൻറ്റ് ഈസ് ഓപ്ഷൻ എ നോർ, ഓപ്ഷൻ ബി എക്സോർ, ഓപ്ഷൻ സി നാൻഡ്, ഓപ്ഷൻ ഡി എക്സ്നോർ. ഏതാണ്? വിച്ച് ഗേറ്റ് ഹാസ് ഹൈ ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്സ് ആർ ഡിഫറൻറ്റ്? ഓൾ ഇൻപുട്സ് ആർ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 0 0 0 1 1 0 1 1 ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് നമുക്കറിയാം, ഔട്ട്പുട്ട് ഇൻപുട്ടുകൾ ഡിഫറൻ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഗേറ്റ് വെച്ചു. ഇൻപുട്ട് ഡിഫറൻ്റ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ 0 1ഉം 1 0യും. അപ്പോൾ 0 1ലും 1 0ലും എനിക്ക് 1 കിട്ടണം, 0 0ലും 1 1ലും എനിക്ക് 0 കിട്ടണം. ഇത് ഏത് ഗേറ്റ് ആണ്? ഈ ട്രൂത്ത് ടേബിൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആണ്, ഇത് എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ക്ലിയർ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പോൾ ഗേറ്റിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. 68 ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ECL ഈസ്. ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ECL. ECL എന്ന് പറഞ്ഞാൽ എമിറ്റർ കപ്പിൾഡ് ലോജിക് ആണ് കേട്ടോ. ECL ഹൈ ഫാൻ ഔട്ട്, ഹൈ സ്പീഡ്, ലോ പവർ കൺസംഷൻ, ഹൈ ഡെൻസിറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിജിറ്റൽ ലോജിക് ഫാമിലി ഉണ്ട്. ആ ലോജിക് ഫാമിലിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി എന്ന് പറയുന്നത് ECL ആണ്. അപ്പോൾ ഹൈ സ്പീഡ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരിക, ഓപ്ഷൻ ബി. 69 ദ ടേം CMOS സ്റ്റാൻഡ് ഫോർ കപ്പാസിറ്റൻസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, ചാർജ്ഡ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, കോപ്പർ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് CMOSൻ്റെ ഫുൾ ഫോം. ഓക്കെ. 70ാമത്തെ ക്വസ്റ്റ്യൻ. എ BCD ടു ഡെസിമൽ ഡീകോഡർ കൺവേർട്ട്. BCD കോഡ് ടു ഡെസിമൽ, ബൈനറി കോഡ് ടു ഡെസിമൽ, BCD കോഡ് ടു ബൈനറി, BCD കോഡ് ടു ഗ്രേ. അപ്പോൾ BCD കോഡ് BCDയെ ഡെസിമൽ ആക്കി മാറ്റാം. എന്താണ് BCD? നമുക്കറിയാം, ബൈനറി കോഡ് ഡെസിമൽ. ബൈനറി കോഡ് ഡെസിമലാണ് BCD. അതിനെ ഡെസിമലായി കൺവേർട്ട് ചെയ്യുന്നത് BCD ടു ഡെസിമൽ എന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. BCD കോഡ് ടു ഡെസിമൽ ഡിജിറ്റ് അല്ല. BCD ടു ഡെസിമൽ എന്ന് പറയുമ്പോൾ ബൈനറി കോഡ് ടു ഡെസിമൽ ഡിജിറ്റ് ആണ് വരിക. കാരണം BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും സൂട്ടബിൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ശ്രദ്ധിക്കുക. 71 ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ ഡീകോഡ് കൗണ്ടർ ഈസ് 2 3 4 6. അപ്പോൾ എന്താണ് ഡീകേഡ് കൗണ്ടർ? 10 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ അല്ലേ? മോഡുലോ 10 കൗണ്ടർ. അപ്പോൾ എന്താണ് ഈ മോഡുലോ 10 കൗണ്ടർ എന്ന് പറഞ്ഞാൽ? 0 തൊട്ട് 9 വരെ കൗണ്ട് ചെയ്യും. 10 സ്റ്റേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ 2 കൗണ്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് അപ് ടു 4 സ്റ്റേറ്റ് വരും. 2n ആണ് ഫോർമുല കേട്ടോ. 3 കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് 8 സ്റ്റേറ്റ് വരും. 4 കൗണ്ടർ ഉണ്ടെങ്കിൽ എനിക്ക് 16 സ്റ്റേറ്റ് വരും. അപ്പോൾ 10 സ്റ്റേറ്റ് വേണമെങ്കിൽ എന്തായാലും നമുക്ക് 3 പോരാ, 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലാണ് നമുക്കൊരു ഡീകേഡ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റുക, മോഡ് 10 കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ 4 ആണ് ആൻസർ വരിക. 72 ദ നമ്പർ ഓഫ് നോർ ഗേറ്റ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ 2 നോർ ഗേറ്റ് എടുത്തു. ഈ 2 നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ നമ്മൾ ക്രോസ് കണക്ട് ചെയ്തു. ഇങ്ങനെ നമുക്ക് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് നോർ ഗേറ്റ്സ് റിക്വയർഡ് ടു കൺവേർട്ട് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും അഡീഷണലി 2 നോർ ഗേറ്റും കൂടി വേണം. പക്ഷെ ഇതിൻ്റെ ആൻസർ കീയിൽ അവർ കൊടുത്തിരിക്കുന്നത് 2 ആണ്. പക്ഷേ ശരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും 4 എണ്ണമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരേണ്ടത് കേട്ടോ. ശരിക്കും എങ്ങനെ നമ്മൾ ലാച്ച് ഡിസൈൻ ചെയ്യാം? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ലാച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതുപോലെ ലാച്ച് ഡിസൈൻ ചെയ്യുക. 2 നോർ ഗേറ്റ്, ഫസ്റ്റ് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സെക്കൻഡ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും, സെക്കൻഡ് ഔട്ട്പുട്ട് എടുത്ത് ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ലാച്ചാണ്. ഈ ലാച്ചിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കാൻ നമ്മൾ വീണ്ടും 2 നോർ ഗേറ്റ് യൂസ് ചെയ്യും. ഈ 2 നോർ ഗേറ്റിൻ്റെ ഇൻപുട്ടുകൾ നമ്മൾ ക്ലോക്കിലേക്ക് കണക്ട് ചെയ്യും. ഇത് S ഇൻപുട്ടും ഇത് R ഇൻപുട്ടും. അപ്പോൾ ബേസിക്കലി ലാച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കേസ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് 2 എന്നാണ്. പക്ഷേ ആക്ച്വലി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ 2 അല്ല വരേണ്ടത് കേട്ടോ. എത്ര വരേണ്ടത്? 4 ആണ് വരേണ്ടത്. പക്ഷേ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 2 എന്നായിരുന്നു ആൻസർ. ഓക്കെ. 73 ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ കൗണ്ടർ ഈസ് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു കൗണ്ടറിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലാച്ച് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഒരു കൗണ്ടറിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കാം. 74 റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. ദ നെയിം ഓഫ് എ വോളറ്റൈൽ മെമ്മറി ഈസ്. അപ്പോൾ നോൺ വോളറ്റൈലും വോളറ്റൈൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ? വെൻ എവർ ദ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ് ദ എൻറ്റയർ ഡാറ്റ വിൽ ബി ലോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? വോളറ്റൈൽ മെമ്മറി എന്ന് പറയാം. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് പറയാം.
ഇപ്പോൾ റോം എന്നുള്ളത് നോൺ വോളറ്റൈൽ ആണ്, റാം എന്ന് പറയുന്നതാണ് വോളറ്റൈൽ മെമ്മറി. റാമിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തു, പവർ ഓഫ് ചെയ്താലും ഡാറ്റ എന്നുള്ളത് ലോസ് ആയി പോകും. അപ്പോൾ അത് വോളറ്റൈലാണ്, ഓപ്ഷൻ ഡി. 75 നമുക്ക് നോക്കാം. മോഡേൺ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് നെയ്മഡ് പെൻ ഡ്രൈവ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് സ്റ്റോറിങ് 16 GB ഡാറ്റ. വാട്ട് ഡസ് ഇറ്റ് മീൻസ്? 16 GB ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? 16 GB. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം 16 GB എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? 16 ഇൻറ്റു ഇതിനെ MB കൺവേർട്ട് ചെയ്യാൻ 1024, ഇതിനെ KB കൺവേർട്ട് ചെയ്യാൻ വീണ്ടും ഒരു 1024, ബൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വീണ്ടും ഒരു 1024. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ 16 × 10⁻9 അല്ല, എന്തായാലും 16 × 10⁻6 അല്ല. അപ്പോൾ 16 MB ആണെങ്കിൽ നമുക്ക് പറയാം 16 × 10⁻6 ആണ്. അപ്പോൾ 16 GB ആണ് നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ എന്താണ് 16 × 10⁻9? ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് നോക്കിയാൽ മതി, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ ആൻസർ എന്താ വരിക? 16 × 10⁻9 ബൈറ്റ്സ് ആ വരിക, ഓപ്ഷൻ എ. 76 ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒപ്പാമ്പാണ്. An operational amplifier or an op-amp is designed to amplify AC voltage, DC voltage, both AC and DC voltage, pulse signal only. അപ്പോൾ ഒരു ഒപ്പാമ്പ് എന്ന് പറയുന്നത് ഒരേപോലെ AC-യെയും DC-യെയും എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. DC ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് IC 555, 5 volt to 18 volt, 18 volt to 36 volt, 5 volt to 28 volt, 18 to 48 volt. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ ഒരു IC 555ൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് +5 to +18 വോൾട്ട് ആണ് കേട്ടോ, ഓപ്ഷൻ എ. 78 ദ അപ്രോക്സിമേറ്റ്ലി വാട്ട് ദി ഫ്രീക്വൻസി ലിമിറ്റ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇത് പഠിച്ചു വെക്കുക. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് 40 GHz ആണ്. 40 GHz. ഓക്കെ, 20 GHz, 1 MHz, 100 MHz, 40 GHz, ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The higher the index number of a fiber optic cable, higher the speed of light, lower the speed of light, has no effect on speed of light, shorter the wavelength propagation. അപ്പോൾ ഹയർ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ഇൻഡെക്സ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ലോവർ ദി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 80ാമത്തെ ക്വസ്റ്റ്യൻ. ദ 3 മേജർ ഗ്രൂപ്പ്സ് ഇൻ എ ഒപ്റ്റിക്കൽ സിസ്റ്റം: കോമ്പണന്റ്, ഡാറ്റ റേറ്റ്, റെസ്പോൺസ് ടൈം, സോഴ്സ്, ലിങ്ക്, റിസീവർ, ട്രാൻസ്മിറ്റർ, കേബിൾ ആൻഡ് റിസീവർ, സോഴ്സ്, ലിങ്ക് ആൻഡ് ഡിറ്റക്ടർ. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? ഏതൊക്കെയാണ് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ 3 മെയിൻ ബ്ലോക്ക്? ഒന്ന് ട്രാൻസ്മിറ്റർ ആയിരിക്കും, ഒന്ന് ചാനലായിരിക്കും, ചാനൽ എന്ന് പറഞ്ഞാൽ കേബിളാണ്, ഒന്ന് റിസീവർ ആയിരിക്കും. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ കേബിളിൻ്റെ മേജർ 3 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് വരിക, ട്രാൻസ്മിറ്റർ, കേബിൾ ആൻഡ് റിസീവർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി 80 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തു, ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിലബസിനെ കുറിച്ചൊരു ജനറൽ ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള സിലബസ്, നമ്മൾ ജസ്റ്റ് ഒരു റഫ് അനാലിസിസ് ആണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2-3 പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം തിയറി, ബേസിക് തിയറി പോർഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർക്ക് വെച്ച് നമ്മൾ അനാലൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഓൾ. ഹലോ ഓൾ, എല്ലാവർക്കും വീഡിയോ എഫക്റ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോച്ചിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ എൻറ്റയർ പോർഷൻസ് കവർ ചെയ്യും. അതായത് നമ്മൾ സിലബസ് റിലീസായതിനു ശേഷം കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ വീഡിയോസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരു ടോപ്പിക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ MCQs ഉണ്ട്, ഏതൊക്കെ MCQs പ്രീവിയസ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശാസ്ത്ര എഞ്ചിനീയറിംഗ് ലേണിംഗ് ആപ്പ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത ആപ്പ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. Thank you so much for watching.